അപ്പോൾ ദേ നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല കുട്ടപ്പനാക്കിയിട്ടിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പോൾ സമയം 6:05 7 മണിക്കാണ് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ബുക്കിങ്ങിലും അതുപോലെ തന്നെ എയർബിഎൻബിയിലുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്വീഡനിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒരു ചെറിയൊരു ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാക്ക് സൈഡ് എൻട്രൻസ് ആണ്. ഓക്കെ, ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, അപ്പോൾ ഇതുവഴിയാണ് ഇതിൻ്റെ എൻട്രൻസ്. ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പ്രൈവറ്റ് എന്നൊക്കെ എഴുതി ബോർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് 1925 അപ്സ്റ്റേഴ്സ് എന്നാണ് കേട്ടോ. അപ്സ്റ്റേഴ്സ് യുങ്ബി. യുങ്ബി എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സിറ്റിയുടെ പേര്. പിന്നെ 1925 എന്ന് പറയുന്നത് ഈ ഒരു വീട് ഒറിജിനലായിട്ട് ആദ്യം ബിൽറ്റ് ചെയ്തത് 1925 അപ്പോൾ അതുകൊണ്ടാണ് 1925. അപ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് അപ്സ്റ്റേഴ്സിലാണ്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ട ഒരു പേരാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷൂ ഒക്കെ വെക്കാനായിട്ടൊരു ഷൂ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ ലൈറ്റുണ്ട്. ഹായ് കുഞ്ഞപ്പ. കുഞ്ഞപ്പ ഇവിടെ ഉണ്ടോ? ഹായ്. ഇത് നമ്മുടെ സഹായി കേട്ടോ. നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഫയർ. ഇത് സാധാരണ ഇവിടെയുള്ള ഹോട്ടൽസിലൊക്കെ വേണ്ട ഒരു സംഭവം കേട്ടോ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് വ്യൂ നമ്മൾ കയറി വരുന്നത്. ഓക്കെ, ഫയർ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലേ? ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ലിവിങ് റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ നമ്മൾ ചെറിയൊരു പൂവും പിന്നെ ഒരു ചെറിയൊരു ലാമ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ നൈബേഴ്സിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒരു അമ്മച്ചിയാണ് താമസിക്കുന്നത്. അമ്മച്ചിയെ കൊണ്ട് യാതൊരു വിധ ഉപദ്രവമില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ റോഡ് കാണാം. അപ്പം നമ്മൾ ഈ ഒരു ലിവിങ് റൂമിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു പഴയ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സ്വീഡിഷ് ബുക്കൊക്കെയാണ് വായിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ആ ലാമ്പൊന്ന് ഇട്ട് കാണിക്കാമോ? അപ്പോൾ ആൾക്കാർക്ക് അവിടെ അല്ല, അതിന് മേളിൽ സ്വിച്ച് ഉണ്ട്. കയറിയിടണം അല്ലേ? കുഞ്ഞപ്പായ്ക്ക് എത്തതില്ല അല്ലേ? യെസ്. ഓക്കെ, നമ്മളിവിടെ ഒരു ചെറിയൊരു റീഡിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരു ബുക്കൊക്കെ വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതണമെങ്കിലോ ഒക്കെ ഇവിടെ നിന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇക്കയെന്ന് വാങ്ങിച്ച ഒരു എന്താ പറയുന്നത് ലാമ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വാൾപേപ്പേഴ്സൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അതൊക്കെ കത്തുമോ? അതെ, ആ ലാമ്പൊക്കെ കത്തുന്ന കേട്ടോ. നമ്മൾ ബാറ്ററിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്, പക്ഷേ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അവിടെ ഓണാക്കുന്നേ? ഓക്കെ, കൊള്ളാം. ശരി. ഓക്കെ, നമുക്കിനി മറ്റേ റൂമിൽ പോവാം. ഓക്കെ, ഇതാണ് മുമ്പ് പറഞ്ഞ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതെന്ന് പറയുന്നത് ഒരു പാസേജാണ്. അത് ബെഡ്റൂമിലാണ്. കൊച്ചു നിൽക്കുന്നത് ബെഡ്റൂമാണ്. അത് കിച്ചണോ? ഇത് ബാത്റൂം. ഓക്കെ, നമുക്ക് ആദ്യം കിച്ചൺ കാണിക്കാം. ഈ കിച്ചൺ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഒരു എന്താ പറയുന്നത് ഫുള്ളി എക്യുപ്ഡ് കിച്ചണൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുന്നത് കെറ്റിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോവേവ് അവനുണ്ട്. പിന്നെ ഒരു ബെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീനുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട പ്ലേറ്റും ഗ്ലാസും സ്പൂണും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ നമുക്ക് ഫുഡ് ചൂടാക്കി കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ മിനി ബാർ ഒന്ന് കാണിച്ചേ.
നമ്മളിവിടെ ഒരു മിനി അതൊന്ന് അടച്ച് കാണിച്ച് കൊക്കക്കോളനെ ഒന്ന് കാണിച്ച്. ഓക്കെ, ഇതൊരു ചെറിയൊരു മിനി ബാർ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ. ഓക്കെ ഡസ്റ്റ്ബിൻ അല്ലേ, അതൊന്ന് കാണിച്ച്. ഓക്കെ, അതെ കുഞ്ഞപ്പ ഒരു ഫുഡും ഇല്ലേ? അത് നമ്മൾ കൂടെ ഇടണം. നമ്മൾ കഴിഞ്ഞ ഗസ്റ്റ് വന്നിട്ട് പോയിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതും നമ്മൾ കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ടവലൊക്കെ ഇടാനായിട്ടൊരു ഇത് യൂസ്ഡ് ടവലാണ് കേട്ടോ. അതൊന്നും തൊടണ്ട, നമ്മൾ പിന്നെ എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ബെഡ്റൂം കാണാം. ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ഗസ്റ്റ് പോയിട്ട് നമ്മൾ ഇതുപോലെ ലിനനൊക്കെ മാറ്റി ഇട്ടിട്ടേ ഉള്ളൂ. ആ ലാമ്പ് കാണിക്കുക. ഓക്കെ, അവിടെ ഒരു ബെഡ് ലാമ്പുണ്ട്. പിന്നെ അവിടെ ഒരു വിൻഡോ ലാമ്പുണ്ട്. അതൊന്ന് കാണിച്ചേ, വിൻഡോ ലാമ്പ്. ഇവിടെ ഈ ലാമ്പ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് വേണം കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇതുപോലുള്ള പല ലാമ്പ്സും വേണം. വിൻഡോ ലാമ്പ് പ്രത്യേകിച്ചും ആവശ്യകതയുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് മറ്റൊരു വീട്ടിൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു ലാമ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. നമ്മുടെ ഇവിടെ നമുക്ക് വേറൊരു അയൽക്കാരനുണ്ട് കേട്ടോ. ചെറിയൊരു പള്ളി പോലാണ് അവരുടെ വീടിരിക്കുന്നത്. ഒരു പ്രായമായിട്ടുള്ളൊരു അപ്പൂപ്പനും അമ്മൂമ്മയും. പിന്നെ ടി വി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ക്ലോക്കും പിന്നെ അതുപോലെ തന്നെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുതിയതല്ല, നമ്മൾ പഴയത് വാങ്ങിച്ചതാണ്, സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ്. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. പുതിയ സാധനം ഒന്നും വാങ്ങിച്ചെറുതെ കാശുള്ളേണ്ട ആവശ്യമില്ലല്ലോ. വർക്ക് ചെയ്യുന്ന ടി വിയാണ്. ഓക്കെ, താഴത്തെ ടി വി പുതിയതല്ലേ. ഇതാണ് ബാത്റൂം ചെറുതാണ്, പക്ഷേ അത്യാവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട്. ടവൽസൊക്കെ ഉണ്ട്, ഷവറുണ്ട്, പിന്നെ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു തുണിയും അതുപോലെ തന്നെ സാനിറ്റൈസറും എടുത്തിട്ട് നമ്മൾ ഫുള്ള് ഇവിടെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. കാരണം ഓരോ ഗസ്റ്റും പോയി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഫുള്ള് ഇതുപോലെ അടുത്ത ഗസ്റ്റിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബെഡും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ലാമ്പും അതുപോലെ തന്നെ, അതായത് നമ്മുടെ ഗസ്റ്റുകൾക്ക് അവർക്ക് ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയാസ് ഫുള്ള് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ എല്ലാ റൂമും നമ്മൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ബെഡ്റൂം നമ്മൾ ചെയ്തു. ഇതുപോലെ തന്നെ നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ലിവിങ് റൂമും ബാത്റൂമും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക കേട്ടോ. നമ്മൾ അലക്കി വെച്ചിരുന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വിരിച്ച് ക്ലീനായിട്ടിടണം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഭാര്യ കേട്ടോ. ജസ്മി, ഒരു ഹായ് പറഞ്ഞ്. ഹായ്. ഓക്കെ, ഇത് നമ്മുടെ ഇതിനു മുമ്പുള്ള ഗസ്റ്റ് ഉപയോഗിച്ച ബെഡ്ഷീറ്റ്സൊക്കെ കേട്ടോ. ഇനി ഇതൊക്കെ അലക്കാനായിട്ടിടണം. മൊത്തത്തിൽ ഒരു 1-2 മണിക്കൂർ പണിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ബ്ലാങ്കറ്റിൻ്റെ കവർ ഇടുന്നതിനൊരു ടെക്നിക്കുണ്ട് കേട്ടോ. അത് നമ്മുടെ ഭാര്യ പഠിപ്പിച്ചാണ്. ആദ്യം നമ്മളിത് മറച്ചിട്ടിട്ട് നമ്മൾ ഈ കൈ ഇതിനകത്തോടെ കയറ്റിയിട്ട് ഇതിൻ്റെ 2 അറ്റത്തും ഇങ്ങനെ പിടിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ കുടയണം അല്ലേ. കുടഞ്ഞാൽ മതി അല്ലേ. ഇങ്ങനെ ഭയങ്കരമായിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം. ആദ്യത്തെ ദിവസം ഞാൻ ഈ ഒരു സംഭവം ചെയ്യാനായിട്ടൊരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്യാനായിട്ടൊരു 15 മിനിറ്റോളം എടുത്തു. ഉണ്ടോ, ഇത്ര ഈസി ആയിരുന്നു സംഭവം. ഓക്കെ, അപ്പോൾ അത് ചായ വന്നു. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ റൂം ഫുള്ള് വാക്യൂം ക്ലീനർ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുക കേട്ടോ. അതുകൂടെ കഴിയുമ്പോൾ ഫുള്ള് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് മൊത്തം നമ്മൾ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:05 ആയിട്ടുണ്ട്. 7 മണിക്കാണ് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല കുട്ടപ്പനാക്കിയിട്ടിട്ടുണ്ട്. ടേബിൾ ലാമ്പൊക്കെ കത്തിച്ചു.
വിൻഡോയൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സമയം 6:05 ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് കേട്ടോ. 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി 21 ഡിഗ്രിയൊക്കെ ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ ടവൽസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ്റൂം റെഡി. ഇനി നമുക്ക് നമ്മുടെ മിനി കിച്ചണിലേക്ക് പോകാം. അവിടെ നമ്മൾ പാത്രങ്ങളൊക്കെ പ്ലേറ്റ്സൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്തു. പിന്നെ നമ്മുടെ മിനി ബാറിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ടീ പൗഡറും പിന്നെ നമ്മുടെ കോംപ്ലിമെൻ്ററി ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് റെഡി. ബാത്റൂം നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ചില്ലറ പരിപാടിയൊന്നുമല്ല കേട്ടോ. 2-3 മണിക്കൂറത്തെ പരിപാടിയാണ്. ഇന്നത്തെ ഗസ്റ്റ് 4 ദിവസത്തേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിങ് റൂമിലെ വിൻഡോ. അവിടുത്തെ ലാമ്പൊക്കെ നമ്മൾ തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും എല്ലാം റെഡി. ഓക്കെ, അപ്പം എല്ലാം റെഡി. എല്ലാം നമ്മൾ ഫുള്ള് വാക്യൂം ക്ലീനറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഹോട്ടൽ നമ്മൾ മെയിനായിട്ടും ബുക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് booking.com അല്ലെങ്കിൽ Airbnb ഒക്കെ വഴിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബുക്ക്. കാരണം ഇത് നമ്മുടെ വീടിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ കുറച്ച് റൂൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കി ഇടണം, പിന്നെ അതുപോലെ തന്നെ കീയൊക്കെ റിട്ടേൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മാർക്കറ്റിംഗ് സംഭവങ്ങൾ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുക്കിങ്ങിലും അതുപോലെ തന്നെ എയർബിഎൻബിയിലുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബുക്കിങ്ങിൽ നമുക്ക് 9.3 റേറ്റിംഗ്സ് ഉണ്ട് ഇതുവരെ. സൂപ്പർബ് റേറ്റിംഗ്സ് ആണ്. അതുപോലെ തന്നെ എയർബിഎൻബിയിലും നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. 4.71 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഹോട്ടൽ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.